Hi students, welcome back to our English class. Today we are going to do activity 6 and 7. Please take your textbook, turn to page number 56. The postmaster in the story said, "I wish I had the faith of the man who wrote this letter." The postmaster expressed his strong wish here. Now look at the following. Suja has to do a project on the topic Rivers of India, but she can't find any books to refer to. There is no library near her house. ഇവിടെ എന്താണ് പറയുന്നത്? The postmaster in the story said, "I wish I had the faith of the man who wrote this letter." നമുക്കറിയാം ആ സ്റ്റോറിയിൽ പോസ്റ്റ്മാസ്റ്റർ പറയുന്നുണ്ട്, ലെൻജോയുടെ വിശ്വാസം കണ്ടിട്ട് പോസ്റ്റ്മാസ്റ്റർ പറയുന്നുണ്ട്, എനിക്ക് ആ ലെൻജോയെ പോലെയുള്ള ഒരു വിശ്വാസം, ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിൽ. പോസ്റ്റ്മാസ്റ്ററുടെ ഒരു ആഗ്രഹമാണ്. അത് പ്രകടിപ്പിക്കാനാണ്, ആഗ്രഹം പ്രകടിപ്പിക്കാനാണ് ഐ വിഷ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. Now look at the following. Suja has to do a project work on the topic Rivers of India, but she can't find any books to refer to. There is no library near her house. Look at how she expresses her wish. സുജയ്ക്ക് റിവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. നമുക്കറിയാം പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ റെഫർ ചെയ്യാൻ ബുക്സൊക്കെ വേണം. ബുക്സ് എവിടെ നിന്നാണ് കിട്ടുക? ലൈബ്രറിയിൽ നിന്ന്. അപ്പോൾ ഇവിടെ സുജയുടെ വീടിൻ്റെ അടുത്ത് ലൈബ്രറി ഒന്നും ഇല്ല. അപ്പോൾ എന്താണ് സുജയുടെ ആഗ്രഹം? സുജ എങ്ങനെയാണ് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക? യെസ്, ഐ വിഷ് ഇഫ് ദർ വാസ് എ ലൈബ്രറി നിയർ മൈ ഹൗസ്. ഐ വിഷ്, സുജ പറയാണ്, ഐ വിഷ് ഇഫ് ദർ വാസ് എ ലൈബ്രറി നിയർ മൈ ഹൗസ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ടോം ഓൾവേസ് തിങ്ക് ഓഫ് ബൈയിങ് എ ബൈസിക്കിൾ, ബട്ട് ഹിസ് ഫാദർ സേസ് he will buy a bicycle for him only after 2 years. He felt very disappointed. ടോമിന് ഒരു സൈക്കിൾ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, സൈക്കിൾ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അച്ഛൻ എന്താ പറഞ്ഞത്? 2 വർഷം കഴിഞ്ഞിട്ടേ സൈക്കിൾ വാങ്ങി തരികയുള്ളൂ. ഐ വിഷ്, ടോം പറയാണ്, ഐ വിഷ് ഐ ഹാഡ് എ ബൈസിക്കിൾ. ഹിയർ സുജ ആൻഡ് ടോം എക്സ്പ്രസ് ദെയർ ഫീലിങ്സ് യൂസിങ് ഐ വിഷ്. അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ സുജയും ടോമും ഐ വിഷ് എന്ന് ഉപയോഗിച്ചു. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ബിഗിനിങ് വിത്ത് ഐ വിഷ്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്യാൻ, കംപ്ലീറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഹിയർ സുജ ആൻഡ് ടോം എക്സ്പ്രസ് ദെയർ ഫീലിങ്സ് യൂസിങ് ഐ വിഷ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ബിഗിനിങ് വിത്ത് ഐ വിഷ്. ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സ് നോക്കി ഇവിടെ ഉള്ള ആ കോളം ഫില്ല് ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചർ, ഐ വിഷ് ഐ കുഡ് റീച്ച് ഹോം ക്വിക്ക്ലി. ഒരു ലോറി ഡ്രൈവർ ലോറി ഓടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ആളെന്താ ചിന്തിക്കുന്നത്? ഐ വിഷ് ഐ കുഡ് റീച്ച് ഹോം ക്വിക്ക്ലി. ഒന്ന് എത്രയും വേഗം വീട് എത്തിയിരുന്നെങ്കിൽ. ദെൻ സെക്കൻഡ് പിക്ചർ, ഐ വിഷ് ഐ ഹേർഡ് ലേൺ സ്വിമ്മിങ്. ഒരു പുഴയുടെ കരയിൽ ഒരു കുട്ടി നിൽക്കുന്ന പിക്ചറാണ്. അപ്പോൾ ആ കുട്ടി എന്താ ആഗ്രഹിക്കുന്നത്? എനിക്ക് നീന്താൻ അറിഞ്ഞിരുന്നെങ്കിൽ. ഐ വിഷ് ഐ ഹേർഡ് ലേൺ സ്വിമ്മിങ്. Then picture 3, I wish I could climb the tree and pluck the mango.
I wish I could climb the tree and pluck the mango. ആ മാവിൻ്റെ മുകളിൽ കയറി മാങ്ങ പൊട്ടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. Then last picture, I wish I could ride faster than my friends. ഒരു പെൺകുട്ടി സൈക്കിൾ ഓടിച്ചു വരികയാണ്. അപ്പോൾ എന്താണ് അവൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ സ്പീഡിൽ വേഗത്തിൽ സൈക്കിൾ ഓടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. I wish I could ride faster than my friends. ഇതുപോലെ നിങ്ങൾ എഴുതുക. ഈ പിക്ചർ നോക്കി ഐ വിഷ് ചേർത്ത് പുതിയ സെൻറ്റൻസുകൾ എഴുതി വയ്ക്കും. ആക്ടിവിറ്റി 7. This activity is related to the topic degrees of comparison. There are 3 degrees of comparison: positive degree, comparative degree and superlative degree. The simple form of an adjective or adverb is called positive degree. The simple ഫോമിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ഡിഗ്രി. The form used in comparing two people, places, groups or things etc. is called the comparative degree. രണ്ട് ആളുകളെയോ രണ്ട് സ്ഥലങ്ങളെയോ രണ്ട് സാധനങ്ങളെയോ തമ്മിൽ കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ഡിഗ്രിയെയാണ് കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. The form used in comparing more than 2 people, places etc. is called superlative degree. രണ്ടിലധികം ജനങ്ങളെയോ അല്ലെങ്കിൽ സാധനങ്ങളെയോ സ്ഥലങ്ങളെയോ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഡിഗ്രിയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഫോർ എക്സാമ്പിൾ, ഹാർഡ്, ഹാർഡർ, ഹാർഡസ്റ്റ്. ഹാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? കടുപ്പുള്ളത്. ഹാർഡസ്റ്റ് അതിനേക്കാൾ കടുപ്പമുള്ളത്. ഹാർഡസ്റ്റ്. ഹാർഡ്, ഹാർഡർ, ഹാർഡസ്റ്റ്. ഹാർഡ് എന്ന് പറഞ്ഞാൽ കടുപ്പുള്ളത്. ഹാർഡർ കുറച്ചും കൂടി കടുപ്പം കൂടിയത്. ഹാർഡസ്റ്റ് ഏറ്റവും കടുപ്പമേറിയത്. അതിനെയാണ് ഹാർഡസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വുഡ് ഈസ് ഹാർഡ്. വുഡ് ഈസ് ഹാർഡ് പോസിറ്റീവ് ഡിഗ്രിയാണ്. വുഡ് ഈസ് ഹാർഡ്. തടി, മരം, അത് കട്ടിയുള്ളതാണ് അല്ലേ. സ്റ്റോൺ ഈസ് ഹാർഡർ ദാൻ വുഡ്. ഇനി സ്റ്റോണിനെയും അതുപോലെ വുഡിനെയും തമ്മിൽ കമ്പയർ ചെയ്യണം. രണ്ട് സാധനങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് എന്ത് ഡിഗ്രിയാണ് ഉപയോഗിക്കുക? കമ്പാരറ്റീവ് ഡിഗ്രി. സ്റ്റോൺ ഈസ് ഹാർഡർ ദാൻ വുഡ്. സ്റ്റോൺ വുഡിനേക്കാൾ, മരത്തിനേക്കാൾ കടുപ്പം കൂടിയതാണ്. കമ്പാരറ്റീവ് ഡിഗ്രി. അയേൺ ഈസ് ദി ഹാർഡസ്റ്റ്. ഇനി ഇരുമ്പാണ് ഇത് രണ്ടിനേക്കാൾ കൂടുതൽ, ഏറ്റവും കടുപ്പമേറിയത് ഏതിനാണ്? ഇരുമ്പിനാണ് അല്ലേ. അപ്പോൾ അതാണ് 3 ഡിഗ്രീസ്. നെക്സ്റ്റ് വേർഡ് ഈസ് ക്ലവർ. ക്ലവർ, ക്ലവറർ, ക്ലവറസ്റ്റ്. മനോജ് ഈസ് ക്ലവർ. അതെന്താണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. വിനോദ് ഈസ് ക്ലവറർ ദാൻ മനോജ്. മനോജിനെയും വിനോദിനെയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് കൂടുതൽ ബുദ്ധിമാനായത്? വിനോദ്. വിനോദ് ഈസ് ക്ലവറർ ദാൻ മനോജ്. രാജേഷ് ഈസ് ദി ക്ലവറസ്റ്റ്. ഇവരിൽ 3 പേരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ കുട്ടി ആരാണ്? രാജേഷ്. രാജേഷ് ഈസ് ദി ക്ലവറസ്റ്റ് ഓഫ് ഓൾ. In some cases, more and most is added to form comparative and superlative degree. Full അല്ലെങ്കിൽ ലെസ് എന്നിങ്ങനെ അവസാനിക്കുന്ന വേർഡ്സിൻ്റെ കൂടെയാണ് മോറും മോസ്റ്റും ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ബ്യൂട്ടിഫുൾ, കെയർലെസ് എക്സെട്ര. കെയർഫുൾ,
more careful, most careful. Careful എന്നുള്ളത് പോസിറ്റീവ് ഡിഗ്രിയാണ്. more careful comparative degree, most careful superlative degree. Beautiful positive degree, comparative degree more beautiful, superlative degree most beautiful. Then hopeless positive degree ആണ്. more hopeless comparative degree most hopeless superlative degree. അപ്പോൾ ഫുൾ, ലെസ് ഇങ്ങനെ അവസാനിക്കുന്ന വേർഡ്സിൻ്റെ കൂടെ മോർ ആൻഡ് മോസ്റ്റ് ഉപയോഗിച്ച് കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും നമുക്ക് ഉണ്ടാക്കാം. ഇനി ING അതുപോലെ ED എന്നിങ്ങനെ അവസാനിക്കുന്ന വേർഡ്സിനോട് കൂടെയും മോറും മോസ്റ്റും ഉപയോഗിക്കണം. ING ബോറിംഗ്, ഹിയറിംഗ്. ബോറിംഗ് പോസിറ്റീവ് ഡിഗ്രിയാണ്. മോർ ബോറിംഗ്, മോസ്റ്റ് ബോറിംഗ്. മോർ ബോറിംഗ് ആണ് കമ്പാരിറ്റീവ് ഡിഗ്രി, മോസ്റ്റ് ബോറിംഗ് ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ദെൻ ED ചേർത്തിട്ടുള്ള വാക്കുകൾ അനോയ്ഡ്, മോർ അനോയ്ഡ് കമ്പാരിറ്റീവ് ഡിഗ്രി, മോസ്റ്റ് annoyed superlative degree. Children, please take your activity 7. Look at the following sentences. Lenjo went to the post office earlier than usual. The word early has two other degrees, earlier and earliest. Look at the pictures given below and fill in the blanks. ഇവിടെ earlier ഏത് ഡിഗ്രിയാണ്? യെസ്, പോസിറ്റീവ് ഡിഗ്രി. അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് earlier, earliest. Dear students, please keep in mind all these things when you write comparative degree and superlative degree. Now we are going to discuss activity 7. Look at the following sentence. Lenjo went to the post office earlier than usual. The word early has two other degrees, earlier and earliest. ഇവിടെ Lenjo went to the post office earlier than usual. Earlier ഏത് ഡിഗ്രിയാണ്? കമ്പാരിറ്റീവ് ഡിഗ്രി. അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ഏതാ? early. Superlative degree earliest. Look at the pictures given below and fill in the blanks. Young, younger, youngest. Young, ഒരു യങ് ലേഡിയുടെ പിക്ചറാണ്. യങ്, അതിനേക്കാൾ കുറച്ച് പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ്, അത് യങ്ങർ. നീ തീരെ പ്രായം കുറഞ്ഞാൽ ഒരു കൊച്ചു ബേബിയാണ് അവിടെ കിടക്കുന്നത്, അതേതാ? യങ്ങസ്റ്റ്. യങ്, യങ്ങർ, യങ്ങസ്റ്റ്. യങ് പോസിറ്റീവ് ഡിഗ്രി, യങ്ങർ കമ്പാരിറ്റീവ് ഡിഗ്രി, യങ്ങസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. Then the second case, we have given comparative degree slower. We have to find out the positive degree and superlative degree of the word slower. Yes, slow, slower, slowest. In the last case, superlative degree is given to us. So we have to write the positive degree and a comparative degree. Tall, taller, tallest. Tall, taller,
ടോളസ്റ്റ്. ഇവിടെ 3 പിക്ചേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. സീബ്ര, ക്യാമൽ ആൻഡ് ജിറാഫ്. ഏതാണ് ഇതിൽ ടോൾ? സീബ്ര ടോൾ. സീബ്രയേക്കാൾ ഉയരം കൂടിയത് ഏതിനാണ്? ഒട്ടകത്തിനാണ് അല്ലേ? ക്യാമൽസ്. ടോളർ. ഏറ്റവും ഉയരം കൂടിയത് ഏതാണ്? ജിറാഫ്. ടോൾ, ടോളർ, ടോളസ്റ്റ്. Look at the vehicles shown in the pictures and compare them using the words in the box. One is done for you. ഇവിടെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒരു കാറിൻ്റെ പിക്ചറും ഒരു ഓട്ടോറിക്ഷയുടെ പിക്ചറും. അതിൻ്റെ താഴെ ഒരു ബോക്സിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ആ വേർഡ്സ് ഉപയോഗിച്ച് ഈ കാറും ഓട്ടോറിക്ഷയും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെ വേർഡ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്? യെസ്, ബിഗർ, മോർ എക്സ്പെൻസീവ്, ഫാസ്റ്റർ, ഹെവിയർ, ലൈറ്റർ, സ്ലോവർ, സ്മോളർ. ഒരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എ കാർ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ആൻ ഓട്ടോറിക്ഷ. കാർ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ആൻ ഓട്ടോറിക്ഷ. കാറ് ഓട്ടോറിക്ഷയേക്കാൾ ചിലവ് കൂടിയതാണ്. കാറിനാണ് കൂടുതൽ പൈസ നമുക്ക് ആവശ്യം മേടിക്കാൻ. എ കാർ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ആൻ ഓട്ടോറിക്ഷ. നെക്സ്റ്റ് വേർഡ് ഈസ് ബിഗർ. എ കാർ ഈസ് ബിഗർ ദാൻ ആൻ ഓട്ടോറിക്ഷ. നെക്സ്റ്റ് വേർഡ് ഫാസ്റ്റർ. വേഗത കൂടിയത്. ഏതിനാ വേഗത കൂടിയത്? കാറിനല്ലേ? അപ്പോൾ എ കാർ ഈസ് faster than an auto rickshaw. A car is faster than an auto rickshaw. Next word heavier. Heavier എന്ന് പറഞ്ഞാൽ ഭാരം കൂടുതലുള്ളത്. കാറിനാണോ ഓട്ടോറിക്ഷയ്ക്കാണോ ഭാരം കൂടുതലുള്ളത്? യെസ്, എ കാർ ഈസ് ഹെവിയർ ദാൻ ആൻ ഓട്ടോറിക്ഷ. എ കാർ ഈസ് ഹെവിയർ ദാൻ ആൻ ഓട്ടോറിക്ഷ. നെക്സ്റ്റ് വേർഡ് ഈസ് ലൈറ്റർ. ലൈറ്റർ എന്ന് പറഞ്ഞാൽ ഭാരം കുറവുള്ളത് ഏതിനാണ്? ഏതിനാ ഭാരം കുറവുള്ളത്? ഓട്ടോറിക്ഷയ്ക്കല്ലേ? അപ്പോൾ ആൻ ഓട്ടോറിക്ഷ ഈസ് ലൈറ്റർ ദാൻ എ കാർ. നെക്സ്റ്റ് വേർഡ് സ്ലോവർ. പതുക്കെ പോകുന്നത്, അല്ലെങ്കിൽ ഏതിനാണ് സ്പീഡ് കൂടുതൽ? ആൻ ഓട്ടോറിക്ഷ ഈസ് സ്ലോവർ ദാൻ എ കാർ. കാറാണ് സ്പീഡിൽ പോവുക, ഓട്ടോറിക്ഷ സ്ലോവിലേ പോവുള്ളൂ. നെക്സ്റ്റ് വേർഡ് സ്മോളർ. വലിപ്പം. ഏതിനാണ് വലിപ്പം കൂടുതലുള്ളത്? കാറിനാണ്. അപ്പോൾ ആൻ ഓട്ടോറിക്ഷ ഈസ് സ്മോളർ ദാൻ എ കാർ. ആൻ ഓട്ടോറിക്ഷ ഈസ് സ്മോളർ ദാൻ എ കാർ. Dear students, please read and study these activities. Write these activities in your textbook. Okay, thank you.